തിരികെ നമ്മൾ കേരളത്തിലേക്ക് വരാം. മധ്യ കേരളത്തിലാണ് മധ്യ കേരളത്തിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. ശ്രീകാന്ത് ഉണ്ട് നമ്മളോടൊപ്പം. ശ്രീകാന്ത്, മധ്യ കേരളത്തിലെ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമൊക്കെ വളരെ ശക്തമായ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. എന്താണ് മധ്യ കേരളത്തിൽ ഒരു പൊതുവായ സാഹചര്യം? ഇപ്പോൾ വോട്ടെണ്ണി തുടങ്ങാൻ ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായല്ലോ അല്ലേ? വെരി ഗുഡ് മോർണിംഗ് വിജയകുമാർ, ഗോപികൃഷ്ണൻ. മധ്യ കേരളത്തിൽ വോട്ടെണ്ണലിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ കുസാറ്റ് ക്യാമ്പസിന് മുന്നിലാണ്. ഇവിടെ സ്ട്രോങ് റൂമിന് പുറത്ത് നിൽക്കുകയാണ്. 6 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മധ്യ കേരളമാണ് ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ത്രികോണ മത്സരം, അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലം ഇത് മധ്യ കേരളത്തിൽ പെടുന്നതാണ്. അത് തൃശൂരാണ്. BJP ഏതെങ്കിലും തരത്തിൽ അവർക്ക് സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെങ്കിൽ അത് തൃശൂരിലൂടെ ആകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ആ തൃശൂർ മധ്യ കേരളത്തിലാണ്. കെ മുരളീധരനും VS സുനിൽകുമാറും സുരേഷ് ഗോപിയും ഇറങ്ങിയപ്പോൾ തീപാറും പോരാട്ടമാണ് അവിടെ നടന്നത് എന്ന് അവിടെ ഓരോ ഘട്ടത്തിലും പ്രചാരണത്തിനടക്കം പോയവർക്ക് മനസ്സിലാവുകയും ചെയ്യും. BJPയുടെ മുഴുവൻ പ്രതീക്ഷകളും ഉള്ള തൃശൂരാണ് മധ്യ കേരളത്തിലെ ഏറ്റവും താരമണ്ഡലം എന്ന് പറയുന്നത്. മറ്റ് മണ്ഡലങ്ങൾക്കൊന്നും തന്നെ അത്രയധികം പ്രസക്തി ഇല്ല എന്നല്ല പറയുന്നത്. പാലക്കാട് എടുക്കുകയാണ് എങ്കിൽ LDF വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ഭൂരിപക്ഷം ഒരൽപ്പം കുറഞ്ഞാലും ജയിച്ചു കയറുമെന്ന് VK ശ്രീകണ്ഠൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ BJP അവിടെ അവകാശപ്പെടുന്നത് തങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ അവിടെ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ BJPയും നിൽക്കുന്നുണ്ട്. അതാണ് പാലക്കാടിന്റേത്. ആലത്തൂരിലേക്ക് വരികയാണെങ്കിൽ K രാധാകൃഷ്ണൻ മന്ത്രി തന്നെ നേരിട്ട് മത്സരത്തിനിറങ്ങുന്നു എന്നൊരു പ്രത്യേകത കൂടി അവിടെയുണ്ട്. അതാണ് അവിടം സ്റ്റാർ മണ്ഡലമാക്കി മാറ്റുന്നത്. അവിടെ രമ്യ ഹരിദാസിനെതിരെ അദ്ദേഹത്തിന് വിജയം കൊയ്യാനാകുമോ, രമ്യ ഹരിദാസിനെ തോൽപ്പിച്ച് മുന്നേറാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധയോടെ ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ഒരു സിറ്റിംഗ് മന്ത്രി മത്സരത്തിനിറങ്ങുന്നു എന്നുള്ളതാണ് ആ ഒരു മണ്ഡലത്തെ വ്യത്യസ്തമാക്കുന്നത്. ചാലക്കുടിയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. ഭൂരിപക്ഷം കുറഞ്ഞാലും തനിക്കൊപ്പം വിജയം നിൽക്കും എന്ന് ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി കൂടിയ ബെന്നി ബെഹനാൻ അടക്കം അവകാശപ്പെടുന്നുണ്ട്. പ്രൊഫസർ രവീന്ദ്രനാഥിനെ എഴുതിത്തള്ളാൻ സാധിക്കുന്നയാളല്ല, മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അദ്ദേഹം. പ്രചാരണ രംഗത്തൊക്കെ നമ്മളത് കണ്ടതാണ്. ഒപ്പം UDFന്റെ സാധ്യതകളെ ബാധിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് ചാലക്കുടിയിൽ. അത് 2020 ആണ്. 2020 എത്ര വോട്ട് പിടിക്കുന്നു അത്രയധികം ബുദ്ധിമുട്ട് സ്വാഭാവികമായും അവിടെ കോൺഗ്രസിനുണ്ടാകും, UDFനുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ ഇവിടേക്ക് ഇപ്പോൾ ഇലക്ഷൻ ഒബ്സർവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി മറ്റ് മണ്ഡലങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇടുക്കിയിൽ UDF വലിയ പ്രതീക്ഷയിലാണ്. ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയിക്കുമെന്ന് അവർ കരുതുന്നു. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അവർ കരുതുന്നത് ഭൂരിപക്ഷം കുറഞ്ഞാലും തങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ്. ഭൂരിപക്ഷം കുറയും എന്ന കാര്യത്തിൽ അവർക്ക് പോലും സംശയമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോട്ടയം വരികയാണെങ്കിൽ കോട്ടയം അടിമുടി സസ്പെൻസ് നിറഞ്ഞ മണ്ഡലമാണ്. കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടിയ മണ്ഡലം എന്ന നിലയിലാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത്. 2 കേരള കോൺഗ്രസുകൾക്കും ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ വൈക്കം മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിയുടെ എൻട്രി LDFന്റെ സാധ്യതകളെ കെടുത്തുമെന്നും തങ്ങൾക്ക് ജയിച്ചു കയറാൻ സാധിക്കുമെന്നും UDF ക്യാമ്പ് അവിടെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ അടിമുടി സസ്പെൻസ് നിറഞ്ഞ, അടിമുടി ആവേശം നിറഞ്ഞ മണ്ഡലങ്ങൾ മറ്റ് നിരവധി മണ്ഡലങ്ങളുണ്ട്. എങ്കിലും തൃശൂർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, താരമണ്ഡലം, ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലം മധ്യ കേരളത്തിൽ. യെസ്, വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്. മധ്യ കേരളത്തിലെ വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ, അവസാനവട്ട രാഷ്ട്രീയ നേതാക്കളുടെ വിലയിരുത്തലുകൾ, പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഘട്ടത്തിലും. എന്തായാലും കേരളത്തിൽ വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പല കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരൊക്കെ അവിടേക്ക് എത്തുന്നു, ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു. 6 മണി, ഇനിയും ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 15 മിനിറ്റിനുള്ളിൽ സ്ട്രോങ് റൂമുകളൊക്കെ തുറന്ന് അതിൻ്റെ വോട്ടെണ്ണൽ ജോലികളുടെ ആദ്യ നടപടികളിലേക്ക് കടക്കും. ഉദ്യോഗസ്ഥരൊക്കെ അതിന് സജ്ജമായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തുടരുകയാണ്. നമ്മളിനി പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റിലേക്കാണ്, അല്ലേ? ചെന്നൈയിലേക്ക്, അതായത് തമിഴ്നാട്ടിലേക്ക്. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, ഇപ്പോൾ ഈ തമിഴ്നാട് വളരെ ആകാംക്ഷയോടുകൂടിയാണ് തമിഴ്നാട്ടിലെ ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം ഇന്ത്യ മുന്നണി പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ BJPക്ക് നേട്ടമുണ്ടാക്കാൻ, നേട്ടം എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ തമിഴ്നാട്ടിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് NDAക്ക് എന്നൊക്കെയുള്ള സൂചനകളായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഉണ്ടായിരുന്നത്.
എന്താണ് ഈ അവസാന മണിക്കൂറുകളിൽ DMK സഖ്യത്തിന്റെ ഒക്കെ പ്രതീക്ഷ, NDAയുടെ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്, എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, വിജയകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. 39 കൗണ്ടിംഗ് സെന്ററുകളാണ് സംസ്ഥാനത്താകെ ഒരുക്കിയിരിക്കുന്നത്. ഈ 39 കൗണ്ടിംഗ് സെന്ററുകളും ഏകദേശം 1000-ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ ഏകദേശം സംസ്ഥാനത്താകെ 1 ലക്ഷത്തോളം പോലീസുകാരെയാണ് ഈ കൗണ്ടിങ്ങിന് വേണ്ടി മാത്രം നിയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല പെട്രോളിംഗും വളരെ ശക്തമായി തന്നെ ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നബാധിത മേഖലകളുണ്ട്, അവിടെ അത്തരത്തിൽ കണ്ടെത്തിയ മേഖലകളിലൊക്കെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം ഇന്ത്യ മുന്നണി പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം തന്നെയാണ് തമിഴ്നാടെന്ന് പറയുന്നത്. അത് DMK സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ്. മാത്രമല്ല 2019 ഉണ്ടായ റിസൾട്ട് അത് വളരെ ഊർജ്ജം നൽകുന്നതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച്. കാരണം 39 സീറ്റുകളിൽ 38 സീറ്റുകളും അന്ന് നേടിയത് DMK സഖ്യം തന്നെയായിരുന്നു. അതേപോലെയുള്ള ഒരു വിജയം, സമ്പൂർണ്ണമായിട്ടുള്ളൊരു വിജയം തന്നെയാണ് DMK സഖ്യം ഇത്തവണയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇത്തവണയും തമിഴ്നാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാടും പുതുച്ചേരിയും ഉൾപ്പെടെയുള്ള 40 മണ്ഡലങ്ങൾ, ഈ 40 മണ്ഡലങ്ങളും വിജയിച്ചു കയറുക എന്നത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ നേരത്തെ വരികയും ചെയ്തിട്ടുള്ളത്. പക്ഷേ BJPക്ക് ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന രീതിയിലുള്ള ഫലങ്ങളും പ്രവചനങ്ങളും എല്ലാം തന്നെ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. 1 മുതൽ 5 സീറ്റുകൾ വരെ BJPക്ക് നേടാൻ സാധിക്കുമെന്നുള്ളത് BJPക്കും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം തന്നെയാണ് തമിഴ്നാടിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഒരിക്കലും BJPക്ക് സീറ്റ് കിട്ടില്ല എന്ന് കേരളത്തിൽ പറയുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിലും BJPക്ക് സീറ്റുകൾ അല്ലെങ്കിൽ NDA സഖ്യത്തിന് സീറ്റുകൾ കിട്ടില്ല എന്ന് പറഞ്ഞെടുത്താണ് ഈ രീതിയിലുള്ളൊരു എക്സിറ്റ് പോൾ ഫലം നേരത്തെ വരികയും ചെയ്തിട്ടുണ്ട്. അത് വലിയ പ്രതീക്ഷ എന്തായാലും NDA മുന്നണിക്ക് നൽകുന്നുമുണ്ട്. പ്രധാനമായും കോയമ്പത്തൂർ, അതായത് സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന കോയമ്പത്തൂരാണ് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം. മറ്റൊന്ന് കന്യാകുമാരിയാണ്. മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പൊൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കന്യാകുമാരിയാണ്. ആ രീതിയിൽ വളരെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം. ചെന്നൈ സൗത്തിലേക്ക് വന്നാൽ സൗത്തിൽ മുൻ ഗവർണറായിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജൻ മത്സരിക്കുന്ന മണ്ഡലം. അങ്ങനെ അത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് BJP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് ആ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ അത് ശരിവെക്കുന്നതാണ് പുറത്തു വന്നിട്ടുള്ള ഫലങ്ങൾ. എന്തായാലും DMK സഖ്യം വളരെ ശക്തമായ നിലയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്, ഊർജ്ജത്തിൽ തന്നെയാണ്. കാരണം ഏറ്റവും പ്രധാനമായും ഈ 40 സീറ്റുകളും നേടുമെന്ന പ്രതീക്ഷ അവർ വീണ്ടും പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം DMKയുടെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന് തന്നെയാണ്. തമിഴ്നാടിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം എന്തായാലും DMK പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ രീതിയിലാണ് തമിഴ്നാടിന്റെ കാര്യം. DMKയിലേക്ക് വന്ന സർവേ ഫലങ്ങളിൽ എല്ലാം തന്നെ DMKക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല, സംപൂജ്യരായിരിക്കും എന്നുള്ള കൃത്യമായ ഒരു ഫലം അല്ലെങ്കിൽ പ്രവചനം അവിടെ നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു സീറ്റാണ്, അതായത് തേനി സീറ്റ് മാത്രമാണ് 2019 DMKക്ക് ലഭിച്ചത്. അതുപോലും ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. എന്തായാലും കൃത്യമായ ഫലം നമുക്ക് 8:30 മണിയോടുകൂടി ആദ്യ ഫല സൂചനകൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് നൽകാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം നേരത്തെ എല്ലാ ഇടങ്ങളിലും ഉള്ളതുപോലെ തന്നെ ആദ്യം പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും വേണ്ടത്, അതിനുശേഷമായിരിക്കും EVMകൾ എണ്ണി തുടങ്ങുക. എന്തായാലും 8:30 തന്നെ ആദ്യ ഫല സൂചനകൾ നമുക്ക് നൽകാൻ കഴിയും. ഗോപികൃഷ്ണൻ, വിജയകുമാർ. യെസ്, ചെന്നൈയിൽ നിന്നാണ് മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിലെ കൗണ്ടിംഗ് സെന്ററുകളിലൊക്കെ ഉദ്യോഗസ്ഥർ എത്തി തുടങ്ങിയിട്ടുണ്ട്. കൗണ്ടിങ്ങിൻ്റെ ആദ്യ ജോലികളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. തമിഴ്നാട് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. എക്സിറ്റ് പോളുകളിൽ കഴിഞ്ഞ തവണ DMK സഖ്യത്തിൻ്റെ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടായിരുന്നു 2019. അതുണ്ടാവില്ല. അവിടെ NDA BJP കുറച്ച് സീറ്റുകൾ, ചില സീറ്റുകൾ നേടും എന്നൊരു സൂചന വന്നിരുന്നു. അതിൽ BJP ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ഇത്തവണയും മുഴുവൻ സീറ്റുകളിലും ജയിക്കാൻ പറ്റുമെന്നാണ് DMK സഖ്യത്തിൻ്റെയും പ്രതീക്ഷ. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ബംഗളൂരുവിലേക്കാണ്, കർണാടകയിലേക്കാണ് പോകുന്നത്. അരുൺ പൂപ്പറമ്പയുണ്ട് അല്ലേ? അരുൺ പൂപ്പറമ്പ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, കർണാടകത്തിലെ സാഹചര്യം എന്താണ് അരുൺ? എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ BJPക്ക് NDAക്ക് ഒരു മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട് അവിടെ. പക്ഷേ ഒരുപാട് പ്രതികൂല സാഹചര്യം NDA BJP നേരിടുന്നുണ്ടായിരുന്നു. അതൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന സൂചനയാണല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. എന്താണ് കർണാടകത്തിൽ നിന്നുള്ള രാഷ്ട്രീയ വർത്തമാനം?
ഗോപികൃഷ്ണൻ, കർണാടകയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. പൊതുവെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രം നോക്കിയാൽ കഴിഞ്ഞൊരു 3.5 പതിറ്റാണ്ട് കാലമായി അതിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ BJPക്ക് അനുകൂലമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വ്യത്യസ്തമായ ഒരു ചിത്രം എപ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുണ്ട്. കന്നഡിഗർ പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായാണ് ചിന്തിക്കാറുള്ളത്. ആ തരത്തിൽ തന്നെ അവർക്ക് കഴിഞ്ഞ 2019 വലിയ തരത്തിലുള്ള മേധാവിത്വം കർണാടകയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തവണത്തെ സാഹചര്യം അല്പം വ്യത്യസ്തമാണ്. അതായത് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ടെടുപ്പ് ഉണ്ടായ അല്ലെങ്കിൽ ഈ പ്രചാരണ ഘട്ടത്തിൽ ഉണ്ടായ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന രാഷ്ട്രീയ വിലയിരുത്തൽ, നിരീക്ഷണമൊക്കെ അല്ലെങ്കിൽ വിദഗ്ധ അഭിപ്രായങ്ങളൊക്കെ ആ രീതിയിൽ പുറത്തു വന്നതാണ്. വോട്ടെടുപ്പിന് ശേഷവും അത്തരം നിരീക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റിൽ കൂടുതൽ 25ലേക്കൊന്നും എത്തില്ല എന്ന തരത്തിലായിരുന്നു പൊതുവെ ഈ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഉണ്ടായത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇത്തരം നിരീക്ഷണങ്ങളെ അപ്രസക്തമാക്കിയായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടായത്. അവർ 20 സീറ്റിൽ കൂടുതൽ BJPക്ക് ഇവിടെ നേടാൻ കഴിയും, 25 സീറ്റിലേക്ക് എത്താൻ കഴിയുമെന്നൊക്കെ പറയുന്ന ഏറെക്കുറെ എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാന ഘടകങ്ങളായി അവർ വിലയിരുത്തുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനുള്ള സാമുദായികമായിട്ടുള്ള ചില ഘടകങ്ങൾ കർണാടകയിലെ അടിത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് പൊതുവെ ഈ വിലയിരുത്തലായി പറയുന്നത്. അത് ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് BJP നേതൃത്വം, NDA നേതൃത്വം തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രജ്വൽ രേവണ്ണ വിഷയമൊക്കെ വലിയ രീതിയിൽ കർണാടക രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു 2ാം ഘട്ടത്തിലൊക്കെ ചലനമുണ്ടാക്കിയതാണ്. എന്നാൽ ഇതിനെ മറികടക്കാൻ അവരുടെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾക്കപ്പുറത്തേക്ക് അവർ ഗ്രൗണ്ട് ലെവലിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഉറപ്പാക്കിയിരുന്ന ഈ സാമുദായിക, പ്രത്യേകിച്ച് ലിംഗായത്ത് വോട്ടുകളിലൊക്കെ വലിയ ചോർച്ചയുണ്ടായിരുന്നു. അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത്. ഈ ലിംഗായത്ത് വോട്ടുകളെ കൃത്യമായി NDA പാളത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു പ്ലാനിങ് BJPയെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് ലെവലിൽ വളരെ സൈലന്റായി, മറുവശത്ത് വലിയ പ്രചണ്ഡമായ പ്രചാരണം നടത്തുമ്പോൾ തന്നെ സമാന്തരമായി ഗ്രൗണ്ട് ലെവലിൽ ഇത്തരത്തിലുള്ള വർക്കുകൾ നടന്നിരുന്നു എന്നതാണ്, അത് ഫലം കണ്ടു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം BS യെദ്യൂരപ്പയെ പോലെ ലിംഗായത്ത് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാന നേതാവ്, യെദ്യൂരപ്പയുടെ മകനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതലയും ഉണ്ടായിരുന്നത്. ആ തരത്തിൽ ലിംഗായത്ത് വോട്ടുകൾ കൃത്യമായി NDA പാളത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ടായി, അത് ഫലം കണ്ടു എന്നത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ JDSുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സഖ്യത്തെ തുടർന്ന് ഇവർ അടിത്തട്ടിൽ പ്രവർത്തകർ തമ്മിൽ വലിയ ഐക്യമുണ്ടായിരുന്നു. നമ്മൾ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചതാണ്. BJP JDS പ്രവർത്തകർ തമ്മിലുള്ള ഐക്യം വലിയ തോതിൽ നമ്മൾ കണ്ടില്ല. എങ്കിൽ പോലും ഈ JDSനുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഓൾഡ് മൈസൂരു മേഖലയിൽ അവർക്കൊരു ബെൽറ്റ് ഉണ്ട്. അതായത് ഈ ഒക്കലീഗ വിഭാഗത്തിൽപ്പെട്ട ഒരു ബെൽറ്റ് ഉണ്ട്. ഒക്കലീഗ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് HD ദേവഗൌഡ. അത്തരത്തിൽ അവർക്കുണ്ടായിരുന്ന ഈ ഒക്കലീഗ വിഭാഗത്തിൽ അവരുടെ വലിയ ശക്തി, അവരുടെ വോട്ട് ബാങ്ക്, അതും ഈ NDA പാളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി ഈ ഘടകങ്ങൾ പ്രധാനമായി പ്രവർത്തിക്കും എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ പ്രജ്വൽ രേവണ്ണ വിവാദമൊക്കെ ഉണ്ടായത് കർണാടകയുടെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. അത് 14 മണ്ഡലങ്ങളിലാണ് അതിനുശേഷം വോട്ടെടുപ്പ് നടന്നത്. ആ 14 മണ്ഡലങ്ങളും BJPക്ക് വലിയ സ്വാധീനമുള്ള, സംഘടനാപരമായും അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും മുകളിലാണ് അവർ വിജയിച്ച് കഴിഞ്ഞ 2019 വിജയിച്ചു വന്നത്. അവിടെ ഇത്തരമൊരു വിവാദത്തെ തുടർന്ന് എന്തെങ്കിലും അവിടുത്തെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലൊന്നും അത് മാറില്ല. ചിലപ്പോൾ വോട്ട് കുറഞ്ഞേക്കാം എന്നൊക്കെ BJP നേതൃത്വം തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ഇത്തരം വിവാദങ്ങൾക്ക് സാധിക്കില്ല എന്ന ഘടകം കൂടി പറയുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിയാൽ അവർ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം അവർ തള്ളിപ്പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കോൺഗ്രസിന്റെ ഒരു കിങ് മേക്കറാണ് DK ശിവകുമാർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി സമാനമായി 1-2 എക്സിറ്റ് പോളുകൾ ഒഴികെ ബാക്കി മറ്റെല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിനെ ഇത്തരത്തിൽ ഈ വലിയ മുന്നേറ്റം പ്രവചിച്ചിരുന്നില്ല. എന്നാൽ ആ ഘട്ടത്തിലും DK ശിവകുമാർ ഉൾപ്പെടെ ഈ ഒരു കൃത്യമായ നമ്പറിലൊക്കെ പറഞ്ഞ് അന്ന് അത്തരത്തിലുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടായതാണ്. DK ശിവകുമാർ 2 തവണ എക്സിറ്റ് പോളിന് ശേഷം പ്രതികരിച്ചപ്പോഴും 2 അക്കത്തിലേക്ക് എത്തും, അവർക്ക് ആത്മവിശ്വാസത്തിൽ ഒരു കുറവുമില്ല. അവർ പ്രധാനമായും പറയുന്നത് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം 1 വർഷത്തെ
കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾ, ഗ്യാരണ്ടികൾ ഇതൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത്. അവരുടെ കൃത്യമായ കണക്കെടുപ്പ്, ശാസ്ത്രീയമായ കണക്കെടുപ്പിൽ അവർക്ക് 14 സീറ്റ് വരെ ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ അവസാന നിമിഷവും കോൺഗ്രസ് ക്യാമ്പും പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ അവകാശവാദങ്ങൾക്കും പ്രതീക്ഷകൾക്കും ബംഗളൂരുവിൽ നിന്നാണ് അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരു, കർണാടക പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ എക്സിറ്റ് പോളുകൾ അങ്ങനെയല്ല, അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഏതാനും ചില സീറ്റുകൾ നഷ്ടമാവുമെങ്കിലും ഒരു കനത്ത തിരിച്ചടി അവിടെ NDAക്ക് ഉണ്ടാകില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. പ്രജ്വൽ രേവണ്ണയുടെ കേസ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പിന് 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. അതൊക്കെ എങ്ങനെയാണ് NDA സഖ്യത്തെ, BJP JDS സഖ്യത്തെ ബാധിച്ചിട്ടുണ്ടാവുക എന്നതൊക്കെ അറിയാൻ പോകുന്ന മണിക്കൂറുകളിലേക്കാണ് കടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കർണാടക. അവിടെ എന്ത് സംഭവിക്കുമെന്നത് ആകെ സീറ്റ് നിലയൊക്കെ ബാധിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു വിജയകുമാർ, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അവിടെ BJPക്ക് അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷ ഇപ്പോഴും നിലനിർത്തുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാനിടയുണ്ട് എന്ന കണക്കുകൂട്ടലിലാണ്.